എല്ലാവർക്കും നമസ്കാരം. അക്ഷര അക്കാഡമിയുടെ ഫോക്കസ് ക്ലാസ്സുകളിലേക്ക് ഇവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ? ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു, അതായത് ബയോളജി ക്ലാസിഫിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് നമ്മുടെ തേർഡ് ചാപ്റ്റർ പ്ലാന്റ് കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മൾ ഫോക്കസ് ചെയ്ത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തു പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ആദ്യമായിട്ട് പഠിക്കേണ്ട ടോപ്പിക് എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൽഗയെ കുറിച്ചാണ്. ആൽഗയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. ആൽഗയുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ്സ് എന്താണ്, മറ്റു പ്ലാന്റ്സിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്. അപ്പൊ ഇത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോക്കാം. കാരണം നിങ്ങൾക്ക് ഒരുപാട് ഡീപ്പായിട്ട് ഈ വർഷം പഠിക്കാനില്ല, കാരണം നമുക്ക് ഒരുപാട് പോർഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഫോക്കസ് ആണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എന്തൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ് എന്നും അവരുടെ പെക്യുലാരിറ്റീസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത്, ആൽഗെ എന്ന് പറയുമ്പോൾ ദർ ക്ലോറോഫിൽ ബിയറിംഗ്. ഒന്നാമത്തത് അവരുടെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോഫിൽ ബിയറിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. ക്ലോറോഫിൽ ബിയറിംഗ് എന്ന് പറയുമ്പോൾ എന്ത് പ്രസന്റ് ആണ്? ക്ലോറോഫിൽ പ്രസന്റ് ആണ്. നമുക്കറിയാം ക്ലോറോഫിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിന് ഗ്രീൻ കളർ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് ഈ പറഞ്ഞ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പൊ ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള ഒരു പദാർത്ഥമാണ്, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ആണ് ഈ പറഞ്ഞ ആൽഗെ. എന്താണ് ആൽഗെ? പായൽ അല്ലെ? നമ്മൾ സാധാരണ പറയുന്ന പായൽ എന്ന് പറയുന്ന വസ്തു, ഇതാണ് ഈ ആൽഗെ എന്ന് പറയുന്നത്. അപ്പൊ ആൽഗയുടെ പ്രത്യേകത ഇവർക്ക് എന്ത് പ്രസന്റ് ആണ്? ക്ലോറോഫിൽ പ്രസന്റ് ആണ്. ഇനി അതുപോലെ ഇവരുടെ സ്ട്രക്ചർ സിമ്പിൾ ആയിരിക്കും. ഇവരുടെ ബോഡി ഫോംസ് സിമ്പിൾ ആയിട്ടുള്ള ബോഡി ഫോംസ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ടാലോയിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം. ടാലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡി. അതായത് നമുക്ക് പ്ലാന്റ് ബോഡി എന്ത് ചെയ്യാൻ കഴിയില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോർമൽ പ്ലാന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന് സ്റ്റെം ഉണ്ടാകും, റൂട്ട് ഉണ്ടാകും, ലീഫ് ഉണ്ടാകും. എന്നാൽ ഈ പറയുന്ന താലോയിഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്ലാന്റ് ബോഡിയെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന പ്ലാന്റ് ബോഡി സ്റ്റെം ആണോ, അല്ലെങ്കിൽ റൂട്ട് ഏതാണോ, അല്ലെങ്കിൽ ലീഫ് ഏതാണോ, അത് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാനായിട്ട് കഴിയില്ല. അപ്പൊ അങ്ങനെ അൺഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്ത, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയാത്ത പ്ലാന്റ് ബോഡി വിളിക്കുന്ന പേരാണ് നമ്മൾ താലോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആൽഗയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ക്ലോറോഫിൽ പ്രസന്റ് ആണ്. അതുപോലെ എന്തുമായിരിക്കും? ഇവരുടെ ബോഡിയെ വിളിക്കുന്ന പേരാണ് താലോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അവരെ ഡിഫറൻഷിയേറ്റ് ആയിട്ട് കഴിയില്ല. ഇനി ഇവരുടെ കണ്ടീഷൻസ്, അതായത് അവരുടെ ന്യൂട്രീഷൻ എങ്ങനെയാണ്? മോസ്റ്റ്ലി ഓട്ടോട്രോഫിക് ഇൻ നേച്ചർ. നമുക്കറിയാം ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. കാരണം ക്ലോറോഫിൽ പിഗ്മെന്റ് ഉണ്ട്. സോ ക്ലോറോഫിൽ പിഗ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ട് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് ഈ പറയുന്ന ആൽഗയ്ക്ക് അവിടെ പ്രസന്റ് ആണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഇനി അടുത്തത് ലാർജ്ലി അക്വാട്ടിക് ഇൻ നേച്ചർ. ഇവരുടെ പ്രത്യേകത, ഇവർ കാണപ്പെടുന്നത് അക്വാട്ടിക് ആയിട്ടുള്ള ഹാബിറ്റാറ്റിലാണ്. അക്വാട്ടിക് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, ചിലപ്പോൾ ഫ്രഷ് വാട്ടറിലാകാം അല്ലെ? അക്വാട്ടിക് എന്ന് പറയുമ്പോൾ എന്തിലൊക്കെ ആകാം? പക്ഷേ ഫ്രഷ് വാട്ടറിലാകാം. അതുപോലെ ഫ്രഷ് വാട്ടർ മാത്രമല്ല, അതുപോലെ എവിടെയും കാണപ്പെടാം, മറൈൻ ഏരിയാസിലും കാണപ്പെടാം. മറൈൻ എന്ന് പറയുമ്പോൾ കടലിൽ. അക്വാട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബോഡീസിലാണ്. ഫ്രഷ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കായല് അല്ലെ, കായല് പോലുള്ള റീജിയൻസ്, പോർട്ട്, അങ്ങനെയുള്ള വാട്ടർ ബോഡീസാണ് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. ആൻഡ് മറൈൻ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും കടൽ, ഉപ്പുരസം അടങ്ങിയിട്ടുള്ള ഒരു വെള്ളത്തിൽ അല്ലെ, അതാണ് നമ്മൾ ഈ പറഞ്ഞ മറൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രദേശത്തൊക്കെ എന്ത് കാണപ്പെടാം? നമ്മുടെ ഈ ആൽഗീസ് അവിടെ കാണപ്പെടാം. ഇനി ഓർക്കേണ്ടത്, ഇനി നമ്മൾ പറയാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ദ ബേസിക് ഫോം ആൻഡ് സൈസ് ഓഫ് ആൽഗ ഇസ് ഹൈലി വേരിയബിൾ. ഓക്കെ, സോ ഇവരുടെ ഫോംസ് എന്തായിരിക്കും? ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഫോം ആൻഡ് സൈസ് ഈസ് ഹൈലി വേരിയബിൾ. ഇവരുടെ ഫോർമേഷനും അതുപോലെ സൈസും എന്തായിരിക്കും? ഹൈലി വേരിയബിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഇവിടെ കാണപ്പെടും. ജസ്റ്റ് കുറച്ച് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. പൂർണ്ണമായും ഫോക്കസ് ചെയ്ത് ബേസ് ആയിട്ടുള്ള കേസസ് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് പോയിന്റ്സ് നമുക്ക് നോർമൽ കേസസിൽ നമുക്ക് ഒരുപാട് കേസ് ഇവിടെ പഠിക്കാനുണ്ട്. നമ്മൾ അത്രയൊന്നും പോകുന്നില്ല. ഓക്കെ, സോ ഇതിൽ ഏതൊക്കെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫസ്റ്റ് കണ്ടീഷൻ, അതായത് ഇതിനകത്ത് പല സൈസിൽ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഒന്നാമതായിട്ട് മൈക്രോ സെല്ലുലാർ ആയിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗേസ് ഉണ്ടാകുക. അപ്പൊ അതിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മൈക്രോസ്കോപ്പായിട്ട് കാണപ്പെടുന്ന എന്നാൽ യൂണിസെല്ലുലാർ ആയിട്ട് കാണപ്പെടുന്ന ഒരു
ആൽഗയ്ക്ക് നമുക്ക് എക്സാമ്പിൾ നോക്കാം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് വന്നിട്ടുള്ള ടേമാണ് ക്ലാമിഡോമോണാസ് എന്ന് പറയാം. ക്ലാമിഡോമോണാസ് ആണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള യൂണിസെല്ലുലാർ ഫോംസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഈ പറയുന്ന ക്ലാമിഡോമോണാസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, ഇവിടെ കൊളോണിയൽ ഫോംസ് ആയിട്ട് കാണപ്പെടാം. കൊളോണിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനി ആയിട്ട് കാണപ്പെടാം, അല്ലെ? അപ്പൊ കോളനീസ് ആയിട്ട് കാണപ്പെടാം. ഒരു ഗ്രൂപ്പായിട്ട് കാണപ്പെടുന്ന ഫംഗസിന് അല്ലെങ്കിൽ ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് ആൽഗയ്ക്ക് എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്ന വോൾവോക്സ് എന്ന് പറയാം. വോൾവോക്സ്, റീത്ര അങ്ങനെ വരുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോ അതിനകത്ത് കൊളോണിയൽ ഫോംസിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറയുന്ന വോൾവോക്സ് എന്ന് പറയുന്ന ഓർഗാനിസം. ഇനി അടുത്തത് കാണപ്പെടുന്ന ഒന്നാണ് ഫിലമെന്റസ് ആയിട്ടുള്ള ഫോംസ് എന്ന് പറയുന്നത്. ഫിലമെന്റസ് ആയിട്ട് കാണപ്പെടുന്ന ഫംഗസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് അതിൽ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇലോത്രിക്സ് എന്ന് പറയും. ഫിലമെന്റസ് ഫോമിൽ കാണപ്പെടുന്ന എക്സാമ്പിൾസ് ആണ്. ഒന്നാമത്തത് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ കേട്ടുവരുന്ന ഒരു ഓർഗാനിസം ആണ്, അതായത് യൂലോത്രിക്സ് എന്ന് പറയും. യൂലോത്രിക്സും അതുപോലെ എന്തുവാണ്, സ്പൈറോഗേറിയ. ഇപ്പൊ യൂലോത്രിക്സും സ്പൈറോഗൈറാസും ആണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി കുറച്ച് മറൈൻ ഫോംസ് ഉണ്ട്. ഇത് നമ്മൾ പറയുന്നതിനകത്ത് കുറച്ച് മറൈൻ ഫോംസ് ഉണ്ട്, കെൽപ്സ്. ഇനി കാണപ്പെടുന്ന മറൈൻ ഫോംസ് ആയിട്ട് കാണപ്പെടാം. മറൈൻ ഫോംസ് ആയിട്ട് കാണപ്പെടുന്ന ആൽഗേസിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ പറയുന്ന കെൽപ്പ് എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന കെൽപ്സ് എന്ന് പറയാം. ഓക്കെ, അത് കൂടാതെ ഇനി നമ്മൾ നോക്കേണ്ട, അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ഫോംസിലുള്ള ഓർഗാൻസിനെ കുറിച്ച് അല്ലെങ്കിൽ ആൽഗേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള റീപ്രൊഡക്ഷൻസ് ആണ് ഈ ഓർഗാനിസംസ് പ്രധാനമായിട്ട് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അത് വീണ്ടും നമുക്ക് നോക്കാം. അബൌട്ട് ദ റീപ്രൊഡക്ഷൻ. ഓക്കെ, സോ റീപ്രൊഡക്ഷൻ എങ്ങനെയൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ഫോംസ് ഓഫ് റീപ്രൊഡക്ഷൻസ് എല്ലാ ഓർഗാനിസത്തിലും ഉണ്ട്, അല്ലെ? അപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇവിടെയും 3 ഫോംസ് ഓഫ് റീപ്രൊഡക്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെയും അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. അത് കൂടാതെ പിന്നെന്തുണ്ട്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അല്ലെ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അത് കൂടാതെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ പ്രസന്റ് ആണ്. അതിനോടൊപ്പം തന്നെ പിന്നെ എന്തുകൊണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും പ്രസന്റ് ആണ്. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള റീപ്രൊഡക്ഷൻസ് ഈ ഓർഗാനിസം കാണിക്കാം. ആര്, ആൽഗെ, അല്ലെ? അപ്പൊ അസെക്ഷൽ ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാം, ഇനി വെജിറ്റേറ്റീവ് ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാം, അത് കൂടാതെ തന്നെ സെക്ഷൽ ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ചെയ്യാം. കിട്ടിയല്ലോ? അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സെക്ഷൽ ആയിട്ടും ഈ ഓർഗാനിസംസ് അവിടെ റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇനി നോക്കേണ്ടത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. എങ്ങനെയാണ് ഇവരുടെ റീപ്രൊഡക്ഷൻ. നമുക്ക് ജസ്റ്റ് റീപ്രൊഡക്ഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് അവരുടെ റീപ്രൊഡക്ഷൻസ് പെട്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ആദ്യത്തെ ടൈപ്പ് നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ ഓർഗാനിസംസ് അസെക്ഷൽ ആയിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ ഓർഗാനിസംസ് അസെക്ഷൽ ആയിട്ട് എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ ചെയ്യുന്നത്. അപ്പോ നമുക്കറിയാം, അസെക്ഷൽ ആയിട്ട് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും എന്തായിരിക്കും, സ്പോർട്സ് വഴിയായിരിക്കും, അല്ലെ? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർത്തോണം, അത് എപ്പോഴും എന്തുവഴിയായിരിക്കും, സ്പോർട്സ് വഴിയായിരിക്കും റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെയും അതുപോലെ തന്നെ സ്പോർട്സ് വഴിയാണ്. ഇവിടെ അസെക്ഷൽ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സിന് എക്സാമ്പിൾസ്, ആൽഗേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പോർട്സിന് എക്സാമ്പിൾസ് ആണ് സൂസ്പോർട്സ് എന്ന് പറയാം. ഇനി അടുത്തത് അപ്ലാനോസ്പോർട്സ് എന്ന് പറയാം. അപ്പൊ സൂസ്പോർട്സ് ഉണ്ട്, അപ്ലാനോസ്പോർട്സ് ഉണ്ട്, ഇനി അതുപോലെ എക്കനീറ്റ്സ് എന്നും പറയാം. അപ്പൊ ഇങ്ങനെ 3 തരത്തിലുള്ള സ്പോർട്സ് ആണ് ഈ പറയുന്ന ഓർഗാനിസംസ്, ആര്, നമ്മുടെ ആൽഗെ, അല്ലെ? അപ്പൊ ആൽഗെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന 3 തരത്തിലുള്ള സ്പോർട്സ് ആണ്. ഇനി നോക്കേണ്ടത്, ഇതിനകത്ത് സൂസ്പോർട്സിന്റെ പ്രത്യേകത, ഏറ്റവും പ്രത്യേകമുള്ള സ്പോർട്സ് ആണ് ഇതിനകത്ത് സൂസ്പോർട്സ് എന്ന് പറയാം. ഈ സൂസ്പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും ഇവരുടെ പ്രത്യേകത, ഇവർ ഫ്ലജലേറ്റഡ് ആയിരിക്കും. അതായത് ഫ്ലജലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഫ്ലജല്ലാസ് പ്രസന്റ് ആയിരിക്കും. ഫ്ലജലേറ്റഡ് ആയത് കൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യേകത, ഇവരെന്താണ്,
മോട്ടൈൽ ആണ്. അതായത് നമ്മുടെ ഓർഗാനിസത്തിനകത്ത് കാണപ്പെടുന്ന ഒരു ലോക്കോമോട്ടീവ് ഓർഗാൻ ഫ്ലജല്ല എന്ന് പറയും അല്ലെ. അപ്പൊ ഇവിടെ ഫ്ലജല്ലാസ് പ്രസന്റ് ആണ്. അപ്പൊ എന്താണ് എന്റെ മീനിങ്? അവർക്ക് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് അതിന് കാണിക്കുന്നത് അല്ലെ. അപ്പൊ അത്രയും മാത്രം, 2 പോയിന്റ്സ് മാത്രം നമ്മൾ സെക്ഷനകത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഒരുപാടൊന്നും പഠിക്കാനില്ല, വെറും 2 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ. അപ്പൊ നിങ്ങളുടെ എക്സാമിന് ഒരുപാട് ടോപ്പിക്സ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അല്ലെ, ഒരുപാട് ടോപ്പിക്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പാടുമില്ല, നല്ല എളുപ്പമാണ്. സ്കോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫുൾ മാർക്ക് വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ക്ലാസ്സിനെക്കാളും നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം അന്ന് നമ്മൾ ഒരുപാട് കണ്ടൻസ് പഠിക്കണം അല്ലെ. ഇപ്പോ 1-2 പേജ് മാത്രമാണ് ഉള്ളത് നമുക്ക് പഠിക്കാനായിട്ട് ഫോക്കസ് ഏരിയയിൽ. മറിച്ച് നമ്മൾ പഴയ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു ചാപ്റ്ററിൽ തന്നെ 10-20ഓളം പേജുകൾ പഠിക്കാനുണ്ട്. ആ 10-20 പേജിന്റെ സ്ഥാനത്താണ് നമ്മളിപ്പോ വെറും 2 പേജ് കൊണ്ട് നിർത്തുന്നത്. 2 പേജ് ഒരു പേപ്പറിനകത്ത് നമ്മൾ കംപ്ലീറ്റ് നോട്ട്സ് പഠിക്കുന്നത് ഇപ്പോഴാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് ഇവിടെ. കാരണം വളരെ കുറച്ച് കണ്ടൻസ് മാത്രം പഠിച്ചാൽ മതി, പക്ഷേ സ്കോർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നോക്കാം. അപ്പോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ഇവരുടെ ബോഡിയിൽ എന്തായിരിക്കും ഉള്ള ഒരു പാർട്ട് അല്ലെ. ഇവരുടെ ബോഡിയിലുള്ള വെജിറ്റേറ്റീവ് പാർട്ട് അല്ലെങ്കിൽ ഇവരുടെ ബോഡിയിലുള്ള പെർട്ടിക്കുലർ പാർട്ട് ഉണ്ട്. അവർക്ക് അതിനെന്ത് കാണും? അവർക്ക് അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും ആ റേഞ്ചിന്. അപ്പൊ അങ്ങനെയുള്ള റേഞ്ചിനെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസ് എന്ന് പറയും. അങ്ങനെയുള്ള വെജിറ്റേറ്റീവ് പാർട്ട് ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ ഓർഗാനിസംസ് ഫോം ചെയ്യുന്ന പ്രോസസ് ആണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ അതിൽ ഒന്നാമതാണ് ഫ്രാഗ്മെന്റേഷൻ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്ത് വഴിയായിരിക്കാം? ഫ്രാഗ്മെന്റേഷൻ വഴിയായിരിക്കാം. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പാരന്റ് ഓർഗാനിസം അതിന്റെ ബോഡി ഡിവൈഡ് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് ഒരുപാട് ഫ്രാഗ്മെന്റ്സ് ആക്കി മാറുന്നു, അല്ലെങ്കിൽ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറുന്നു. അപ്പോൾ ആ ഓരോ ഫ്രാഗ്മെന്റ്സും എന്ത് ചെയ്യുന്നു? പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഓർക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് ബോഡി അല്ലെ, ബോഡി ഓഫ് ഓർഗാനിസം. ബോഡി ഓഫ് ഓർഗാനിസം എന്തായിട്ട് മാറുന്നു? ഒരു ഓർഗാനിസത്തിന്റെ ബോഡി സെവറൽ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറുന്നു. ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറുന്നു. ഈ ഫ്രാഗ്മെന്റ്സ് എന്തായിട്ട് മാറും? ഒരു പുതിയ താലസ് ആയിട്ട് മാറും അല്ലെ, അല്ലെങ്കിൽ പുതിയൊരു പ്ലാന്റ് ബോഡി ആയിട്ട് മാറും. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് നമുക്ക് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയാം. ക്ലിയർ? അത്രയും മാത്രമേ ഉള്ളൂ, ഓർത്താൽ മതി. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനിൽ ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. വേറെയും കണ്ടീഷൻസ് ഉണ്ട്, നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇത് പറയുന്നത് ബോഡി ഓഫ് ആൻ ഓർഗാനിസം, ഒരു ഓർഗാനിസത്തിന്റെ ബോഡി പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറുന്നു. ആ ഫ്രാഗ്മെന്റ്സ് പുതിയ ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അത്രയും മാത്രമാണ് നമുക്കിവിടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ ഈ വർഷം പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലേക്ക് നോക്കാം, എങ്ങനെയാണ് അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ഈ പറയുന്ന ഓർഗാനിസത്തിൽ നമ്മൾ ആദ്യം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു, ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, ഇനി ഫൈനലായിട്ട് നോക്കേണ്ടത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഗാമീറ്റ്സിന്റെ ഫ്യൂഷൻ വഴിയായിരിക്കും ഓർഗാനിസം ഫോം ചെയ്യുന്നത് അല്ലെ. മെയിൽ ഗാമീറ്റ്സിന്റെയും ഫീമെയിൽ ഗാമീറ്റ്സിന്റെയും ഫ്യൂഷൻ വഴിയാണ് ഓർഗാനിസം ഫോം ചെയ്യുന്നത്. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. അപ്പൊ അത് എങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന ആൽഗേസിലെ എങ്ങനെയാണ് അവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ വരുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തത് നമുക്കറിയാം ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് വഴി തന്നെയാണ് അല്ലെ. ഇപ്പൊ മെയിൽ ഗാമീറ്റ്സും ഫീമെയിൽ ഗാമീറ്റ്സും ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? എംഗോൺസ് ഫോം ചെയ്യുന്നത്. അപ്പൊ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് നമുക്ക് എന്ത് പറയുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം അല്ലെ. ഇനി നമുക്ക് ഇത് പല ടൈപ്സ് ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സെവറൽ ടൈപ്സ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സെവറൽ ടൈപ്സ് എന്ന് പറയുമ്പോൾ സെവറൽ പ്രോസസ് ആണ്. ആക്ച്വലി ഇതിനകത്ത് നടക്കുന്ന പല പ്രോസസ്സുകളാണ് ഈ പറയുന്നത്. സെവറൽ ടൈപ്സ് നോക്കുമ്പോൾ അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ അവർ പറയുന്നതാണ് ഏതാ? ഐസോഗമി എന്ന് പറയാം. ഒന്നാമത്തെ കണ്ടീഷനാണ് ഐസോഗാമസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഐസോഗമി എന്ന് പറയാം. ഐസോഗമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് തന്നെയാണ്, എന്നാൽ ഐസോഗാമീറ്റ്സ് കണ്ടീഷൻ ആകുമ്പോൾ എന്തായിരിക്കും? ഫ്യൂഷൻ ഓഫ് സിമിലർ ഗാമീറ്റ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ ഒരുപോലുള്ള ഗാമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഐസോഗാമസ് കണ്ടീഷൻ. ഒരുപോലുള്ള ഗാമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അപ്പൊ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ഐസോഗാമസ് കണ്ടീഷൻ എന്ന് പറയും. ഓക്കെ, ഇനി ഈ കണ്ടീഷനിൽ ചിലപ്പോൾ എന്തായിരിക്കാം? ഈ പറയുന്ന ഗാമീറ്റ്സ് ചിലപ്പോ എന്തായിരിക്കാം? ഫ്ലജലേറ്റഡ് ആയിരിക്കാം അല്ലെ. ഈ ഗാമീറ്റ്സ് എന്തായിരിക്കാം? ഒരുപക്ഷെ ഫ്ലജലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തു ആവാം? നോൺ ഫ്ലജലേറ്റഡും ആകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? ഫ്ലജലയും ഇല്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഐസോഗാമസ് കണ്ടീഷനിൽ
ഗ്യാമീറ്റ്സിന്റെ ഫ്യൂഷൻ ആണ്. അപ്പൊ ഗ്യാമീറ്റ്സ് എങ്ങനെയൊക്കെ ആകാം? ഫ്ലജലേറ്റഡ് ആവാം, അല്ലെങ്കിൽ നോൺ ഫ്ലജലേറ്റഡ് ഗ്യാമീറ്റ്സോടെ നമ്മൾ അത്രയും മാത്രം ഓർത്താൽ മതി. ഇനി അടുത്തതിലേക്ക് നോക്കാം. അതായത് അനൈസോഗ്യാമസ് കണ്ടീഷൻ. നമ്മളിപ്പോ പഠിച്ചതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് മാത്രം നമ്മൾ ഓർത്താൽ മതി. അനൈസോഗ്യാമസ് കണ്ടീഷനിൽ അനൈസോഗ്യാമസ് കണ്ടീഷൻ ആകുമ്പോൾ എന്താ ഡിഫറൻസ്? അവിടെ ഡിസിമിലർ ഗ്യാമീറ്റ്സ് ആണ്. സിമിലർ ഗ്യാമീറ്റ്സ് ആണെങ്കിൽ ഐസോഗ്യാമീറ്റ്സ് എന്നും, ഫ്യൂഷൻ ഓഫ് ഡിസിമിലർ അല്ലെ, ഡിസിമിലർ ആയിട്ടുള്ള ഗ്യാമീറ്റ്സ് നമുക്ക് എന്ത് വിളിക്കാം? അതിന്റെ ഫ്യൂഷനെ വിളിക്കുന്ന പേരാണ് അനൈസോഗ്യാമസ് കണ്ടീഷൻ എന്ന് പറയാം അല്ലെ. ഫ്യൂഷൻ ഓഫ് ഡിസിമിലർ ഗ്യാമീറ്റ്സ് ആണ് അനൈസോഗ്യാമസ് കണ്ടീഷൻ. അതിന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്ലാമിഡോമോണാസ്. അപ്പൊ ക്ലാമിഡോമോണാസ് ആണ് ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. നമ്മുടെ അനൈസോഗ്യാമസിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നു. ഇനി ഫൈനലായിട്ട് നോക്കേണ്ട കേസ്, അപ്പൊ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഐസോഗ്യാമസ് കണ്ടീഷൻ ഉണ്ട്, അനൈസോഗ്യാമസ് കണ്ടീഷൻ ഉണ്ട്. ഇനി ഫൈനലായിട്ട് ഊഗ്യാമസ് കണ്ടീഷൻ ഉണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റ് കണ്ടീഷൻ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഊഗ്യാമസ് കണ്ടീഷനിൽ ഇവിടെ നടക്കുന്നത് ഫ്യൂഷൻ ഓഫ് ലാർജ് non-motile gamete and motile small motile gamete, isn't it? And small motile gamete എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഊഗ്യാമസ് കണ്ടീഷനിൽ ഇവിടെ ഫ്യൂഷൻ നടക്കുമ്പോൾ ഒരു ഗ്യാമീറ്റിന്റെ ഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഗ്യാമീറ്റ് മോട്ടൈൽ ആയിരിക്കും, മറ്റൊരു ഗ്യാമീറ്റ് നോൺ മോട്ടൈൽ കണ്ടീഷനിലായിരിക്കും. ഒരു ഗ്യാമീറ്റ് മോട്ടൈൽ കണ്ടീഷനിലാണ്, അടുത്ത ഗ്യാമീറ്റ് നോൺ മോട്ടൈൽ കണ്ടീഷനിലായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഫീമെയിൽ ഗാമീറ്റ്സ് ആർ ഓൾവേസ് ഇമ്മോർട്ടൈൽ ഇൻ നേച്ചർ ആൻഡ് മെയിൽ ഗാമീറ്റ്സ് ആർ ഓൾവേസ് മോർട്ടൈൽ ഇൻ നേച്ചർ. മെയിൽ ഗാമീറ്റ്സ് എപ്പോഴും മോർട്ടൈൽ കണ്ടീഷനിലും ഫീമെയിൽ ഗാമീറ്റ്സ് ഇമ്മോർട്ടൈൽ കണ്ടീഷനിലും ആയിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, സോ അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഈ പറയുന്ന വോൾവോക്സ് എന്ന് പറയാം. വോൾവോക്സ് എന്ന് പറയുന്ന ഓർഗാനിസം, അതുപോലെ ഫ്യൂക്കസ്. ഈ വോൾവോക്സും ഫ്യൂക്കസും എന്തിന് എക്സാമ്പിൾസ് ആണ്? ഊഗ്യാമസ് കണ്ടീഷൻസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു കണ്ടീഷൻ നമ്മൾ ഓർക്കേണ്ടതായിട്ട് ഉള്ളത്. റീഡിയം സെക്ഷൽ റീപ്രൊഡക്ഷൻ, ആൽഗയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഓർക്കേണ്ട ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ ആൽഗയുടെ കുറച്ച് മെമ്പേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് അത് ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ മെമ്പേഴ്സിന്റെ പേരുകൾ നോക്കാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട മെമ്പേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ആൽഗയ്ക്കകത്ത് വരുന്ന മെമ്പേഴ്സ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, നമ്മൾ അതിന്റെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരുകൾ എന്താണ്, അതുപോലെ പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്, സ്റ്റോർഡ് ഫുഡ് ഏത് ഫോമിലാണ്, സെൽ വോളിന്റെ പ്രത്യേകത എന്താണ്, ഫ്ലജെല്ലാസിന്റെ നമുക്ക് ഓരോ പ്രത്യേകമായിട്ട് നോക്കാം. അപ്പൊ ആദ്യം പ്രധാനമായിട്ട് 3 മെമ്പേഴ്സ് ആണ് നമുക്ക് ആൽഗയ്ക്കകത്ത് പഠിക്കാനുള്ളത്, മീൻസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല, ജസ്റ്റ് ഈ ഒരു പേര്, ഈ ഒരു ടേബിൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി മെമ്പേഴ്സിന്റെ കേസിൽ. അതായത് ഒന്നാമത്തത് ക്ലോറോഫൈസി എന്ന് നമുക്ക് പറയാം. ക്ലോറോഫൈസി എന്ന് പറയുമ്പോൾ ക്ലോറോ പേര് തന്നെ ഉണ്ട്, എന്തുണ്ട്? ക്ലോറോഫിൽ ഉണ്ട് അല്ലെ. അപ്പൊ ക്ലോറോഫൈസി ആണ്, അപ്പൊ എന്ത് പ്രസന്റ് ആണ്? ക്ലോറോഫിൽ ഉണ്ട്. ഏതൊക്കെയാ? എ ഉണ്ട്, ഡി ഉണ്ട് അല്ലെ. അപ്പൊ ഈ ക്ലോറോഫൈസിയെ വിളിക്കുന്ന കോമൺ നെയിമാണ് ഗ്രീൻ ആൽഗി എന്ന് പറയാം. ക്ലോറോഫൈസി ആണ് ആൽഗയ്ക്കകത്തുള്ള ഒന്നാമത്തെ മെമ്പർ. അപ്പോ കോമൺ ആയിട്ട് വിളിക്കുന്ന പേര് ഗ്രീൻ ആൽഗി. അടുത്തുള്ള മേജർ പിഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ക്ലോറോഫില് എ ഉണ്ട്, ഡി ഉണ്ട്. ഇനി ഓർക്കേണ്ടത് അവിടെ എങ്ങനെയാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഫുഡ് സ്റ്റോർ ചെയ്യുന്ന പ്രധാനമായിട്ടും സ്റ്റാർച്ചിന്റെ ഫോമിലായിരിക്കും. ഇനി സെൽ വാൾ പ്രസന്റ് ആണ്. സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലോസിന്റെ ഫോമിലാണ്. സെല്ലോസ് നമുക്ക് അറിയാം അല്ലെ, ടൈപ്പ് ഓഫ് ഷുഗർ ആണ്. ഇനി 2 to 8 flagellas are present. They are mostly equal and apical in position. So 2 to 8 means about the number. അതായത് 2 മുതൽ 8 ഫ്ലജെല്ലാസ് വരെ ഈ പറയുന്ന ക്ലോറോഫൈസിലേക്ക് വരാം. ഇനി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. അതിന്റെ ലെങ്തും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? അവിടെ ഈക്വൽ ആയിരിക്കും. ഇനി പൊസിഷൻ എപ്പോഴും എന്തായിരിക്കും? എപ്പിക്കൽ റീജിയൻ ആയിരിക്കും. ഒരു എപ്പെക്സ് പോർഷനിൽ ഒരു അറ്റത്തായിരിക്കും വരുന്നത്, ടോപ്പിലായിരിക്കും വരുന്നത്. ഇനി ഈ ക്ലോറോഫൈസി കാണപ്പെടുന്നത് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടാം, ബ്രാക്കിഷ് വാട്ടർ മീൻസ് ലേക്ക് വാട്ടറിൽ കാണപ്പെടാം, അല്ലെങ്കിൽ സോൾട്ട് വാട്ടറിൽ കാണപ്പെടാം. ഫ്രഷ് വാട്ടറിൽ കാണപ്പെടാം, ബ്രാക്കിഷ് വാട്ടറിൽ കാണപ്പെടാം, സോൾട്ട് വാട്ടറിൽ കാണപ്പെടാം. ഇങ്ങനെ 3 ഹാബിറ്ററ്റ്സിലായിട്ട് കാണപ്പെടാം. ഇനി രണ്ടാമത്തതാണ് ഫയോഫൈസി എന്ന് പറയാം. വിളിക്കുന്ന പേരാണ് ബ്രൗൺ ആൽഗി എന്ന് പറയും. ബ്രൗൺ ആൽഗിക്കകത്ത് ക്ലോറോഫിലിന്റെ എയും സിയും പ്രസന്റ് ആണ്, അതുപോലെ ഫ്യൂക്കോസാന്തിനും പ്രസന്റ് ആണ്. അവിടെ ഉള്ള ഒരു മേജർ പിഗ്മെന്റ് ആണ് ഫ്യൂക്കോസാന്തിൻ. അപ്പൊ ഫയോഫൈസിയിൽ
ബ്രൗൺ ആൽഗെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കും. ഇനി അതുപോലെ അതിനകത്തുള്ള മേജർ പിഗ്മെന്റ്സ് ആണ് ക്ലോറോഫിൽ എ ഉണ്ടാകാം, സി ഉണ്ടാകാം, അതുപോലെ ഫ്യൂക്കോസാൻഡിൻ. അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ മേജർ പിഗ്മെന്റ്സ് ആയിട്ട് വരുന്നത്. ഇനി സ്റ്റോർഡ് ഫുഡ്, ഏതൊക്കെ ഫോമിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? അപ്പൊ രണ്ട് രീതിയിലാണ് ഇവിടെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ഒന്ന് മാനിറ്റോളിന്റെ ഫോമിൽ അല്ലെങ്കിൽ ലാമിനാറിന്റെ ഫോമിൽ. രണ്ട് ഫോംസ് അവിടെ സ്റ്റോർ ചെയ്യാം. ഒന്നുകിൽ മാനിറ്റോൾ എന്ന് പറയാം, അല്ലെങ്കിൽ ലാമിനാരി എന്നീ രണ്ട് ഫോംസിലാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇനി സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലോസ് വെച്ച് നിർമ്മിച്ചിട്ടുണ്ട്, അതുപോലെ ആൽജിൻ. സെല്ലോസ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കോമ്പൗണ്ട്സ് വെച്ചിട്ടാണ്. ഒന്നാമത്തത് സെല്ലോസ് എന്ന് പറയാം, നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. അതുപോലെ ആൽജിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കൊണ്ടാണ് ഫയോഫൈസിയയുടെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഫ്ലജല്ലാസ്, രണ്ട് ഫ്ലജല്ലാസ് കാണാം, അതൊരിക്കലും ഈക്വൽ അല്ല, അൺഈക്വലാണ്. അതുപോലെ ലാറ്ററൽ സൈഡ്സിലാണ്. മറ്റാണെങ്കിൽ നമ്മൾ അപ്പർ സൈഡിലാണെന്ന് പറഞ്ഞു, ഒരു ഹെഡ് അല്ലെങ്കിൽ അപ്പർ റീജിയനിലാണ്. പക്ഷെ ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അൺഈക്വൽ ലെങ്ത് ആയിരിക്കും. ഇനി അതുപോലെ ലാറ്ററൽ ആയിരിക്കും. ലാറ്ററൽ മീൻസ് സൈഡ് വേസും ആയിരിക്കും. ഓക്കെ. ഇനി ഹാബിറ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രഷ് വാട്ടറിൽ വരാം, ബ്രാക്കിഷ് വാട്ടറിൽ വരാം, അതുപോലെ സോൾട്ട് വാട്ടറിൽ വരാം. ഇങ്ങനെ 3 റീജിയൻസ് എന്ത് ചെയ്യാം ഇവിടെ വരാം. ഇനി റോഡോഫൈസ് നമുക്ക് നോക്കാം. റോഡോഫൈസ് എന്ന് പറയുമ്പോൾ റെഡ് ആൽഗേസ് എന്ന് പറയും, കോമൺ വിളിക്കുന്ന പേരാണ്, റെഡ് ആൽഗേ എന്ന് പറയും. അത് ക്ലോറോഫിൽ എയും ഡിയും എന്ത് ചെയ്യും അവിടെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഫൈക്കോ എറിത്രിൻ അല്ലെ, ക്ലോറോഫിൽ എ കാണപ്പെടുന്നുണ്ട്, ഡി കാണപ്പെടുന്നുണ്ട്, ഫൈക്കോ എറിത്രിൻ. ഇങ്ങനെ 3 കോമ്പൗണ്ട്സ് അവിടെ കാണപ്പെടുന്നു. ഇനി ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ചിന്റെ ഫോമിലാണ്. അവിടെ സ്റ്റോർ ചെയ്യുന്ന ഫോമിനെ വിളിക്കുന്ന പേരാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയും. ഇനി സെൽ വാൾ നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് സെയിം കോമ്പൗണ്ട് സെല്ലോസ്. എല്ലാ ഫംഗസിന്റെ കേസിലും അല്ലെങ്കിൽ ആൽഗയുടെ കേസിലും, ഓക്കെ, ആൽഗയുടെ കേസിൽ എന്താണ് സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് വെച്ചിട്ടാണ്. അപ്പോൾ രണ്ടാമത്തേൽ നമ്മൾ ഫയോഫൈസിൽ ആൽജിൻ ഉണ്ടായിരുന്നു. ഇവിടെ പക്ഷെ എന്തായിരിക്കും, അതിന് പകരം പെക്റ്റിനും അതുപോലെ പോളിസൾഫേറ്റിന്റെ എസ്റ്റേഴ്സും കൂടി അവിടെ പ്രസന്റ് ആണ്. സെല്ലോസിനോടൊപ്പം തന്നെ പെക്റ്റിനും അതുപോലെ പോളിസൾഫേറ്റിന്റെ എസ്റ്റേഴ്സും കൂടി ഈ പറഞ്ഞ സെൽ വാളിൽ റോഡോഫൈസിയുടെ കേസിൽ പ്രസന്റ് ആണ്. ഓക്കെ. ഇനി ഫ്ലജല്ലാസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്ലജല്ലാസ് എന്തല്ല ഇവിടെ ഇല്ല, ആബ്സെന്റ് ആണ്. ഫ്ലജല്ലാസ് റോഡോഫൈസിയുടെ കേസിൽ ആബ്സെന്റ് ആണ്. അപ്പോൾ ഇത് എവിടെ കാണപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാബിറ്റേറ്റ് പഠിക്കാൻ നമുക്ക് ഒരു പാടുമില്ല. കാരണം എന്താ, എല്ലാ ഫ്രഷ് വാട്ടറിലും ഉണ്ട്, ബ്രാക്കിഷ് വാട്ടറിലും ഉണ്ട്, സോൾട്ട് വാട്ടറിലും ഉണ്ട്. അപ്പോൾ എല്ലാ വാട്ടറിലും എവിടെയൊക്കെ വാട്ടർ ബോഡീസ് ഉണ്ടോ ആ വാട്ടർ ബോഡീസിലൊക്കെ തന്നെ എന്തുണ്ട്, ഫയൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അല്ലെങ്കിൽ ആൽഗേസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് ഹാബിറ്റേറ്റ് പഠിക്കാൻ നമുക്ക് യാതൊരുവിധ പാടുമില്ല. അത് നമുക്ക് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ആൽഗയുടെ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത് വരുന്ന വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ രണ്ട് കേസുകൾ മാത്രമാണ് പഠിക്കാനുള്ളത്. നമുക്ക് മുമ്പായിരുന്നെങ്കിൽ ബ്രയോഫൈറ്റ്സ്, ടെറഡോഫൈറ്റ്സ്, ജിംനോസ്പോംസ് ഉണ്ടായിരുന്നു, ആൻജിയോസ്പോംസ് ഉണ്ടായിരുന്നു. അപ്പുറത്തെ എല്ലാ കേസും നമുക്ക് പഠിക്കണമായിരുന്നു. ഈ എല്ലാ ടൈപ്സും പഠിച്ച് അതിന്റെ മെമ്പേഴ്സ് പഠിക്കണം. അതിന് ഇതുപോലെ ഓരോന്നിനും ഓരോ ടേബിൾസ് ഉണ്ട്, അതിന്റെ ഫുഡ് സ്റ്റോറേജിന്റെയും ഓരോ കാര്യങ്ങൾ. അതൊന്നും വേണ്ട നമുക്കിപ്പോ. നമുക്ക് പഠിക്കാനുള്ളത് ഈ പറയുന്ന ആൽഗയും അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് നമുക്ക് ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് മാത്രമാണ്. ബ്രയോഫൈറ്റ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ജസ്റ്റ് 2 വീഡിയോ കൊണ്ട് ഒരു ചാപ്റ്റർ കവർ ആവും. അപ്പൊ ഇത്രയും മാത്രം, ഇതാണ് ഫോക്കസ് ഏരിയ. നിങ്ങളുടെ ഫോക്കസ് ഏരിയ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക, പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. See you later. Thank you.